ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തലകുനിച്ച് പടികേറി വരുന്ന പെണ്ണുങ്ങളെ മാത്രമേ ഈ തറവാട്ടുകാർ കണ്ടിട്ടുണ്ടാവൂ. പകരം പെണ്ണിന് തല ഉയർത്തി നിൽക്കാനും അവളുടെ ആവശ്യങ്ങൾ ചോദിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടെന്നും തിരിച്ചു ബോധ്യാക്കി കൊടുക്കണം. അത് ഞാൻ ഏറ്റു. ഗാഥ ശ്രീനിവാസന്റെ ശീലങ്ങള് ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചോളാം. അടുക്കളയിൽ നിന്നിട്ട് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുക്കളയിലേക്കൊന്നും കേറാൻ ഉദ്ദേശമില്ലെന്ന്. നിർമ്മല എഴുതാപ്പുറം വായിക്കണ്ട. അയ്യോ, ഈ എഴുത്ത് അധികം ഒന്നും വായിക്കേണ്ടി വരും തോന്നില്ല എന്റെ പൊന്നമ്മേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടങ്ങി ഒതുങ്ങി അമ്മയ്ക്കും മോക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും പോവാം, വിരോധമില്ല. സുമിത്ര വാ. വരാനല്ലേ പറഞ്ഞേ? വാ. മോള് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് കഴിച്ചാലേ മാഡം തലയും കുത്തി വീഴും. അത്രയ്ക്കൊന്നും വേണ്ട. മേഡത്തിന് ചേച്ചി ഇഷ്ടപ്പെട്ടാ മതി. ഇഷ്ടപ്പെടും. ഈ രുചി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് എന്താ? എന്നാ പിന്നെ മോളെ, ഞാൻ ഇതൊക്കെ എടുത്ത് ഊണുമേശ കൊണ്ടുവെക്കട്ടെ. എപ്പോഴാ കഴിക്കാൻ ഇറങ്ങി വരാന്ന് പറയാൻ പറ്റില്ല. എന്നാ പിന്നെ വേഗം ആയിക്കോട്ടെ. ഇറങ്ങി വരുമ്പോഴേ എല്ലാം റെഡിയാക്കി വരൂ മേഡെന്ന് പറഞ്ഞു ക്ഷണിച്ചാ മതി. ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാന്നേ. മാഡം കഴിച്ചു നോക്കി അഭിപ്രായം പറഞ്ഞിട്ട് പോവാട്ടോ നിനക്ക്. ഒന്നാമത്തെ ദിവസല്ലേ, അങ്ങനെ വെറുതെ വിട്ട് പോവാൻ പറ്റുമോ? ഈശ്വരാ, വലിയ വലിയ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാ. ഇത് ഇഷ്ടാവണേ. അല്ല, ഇവരെന്തൊക്കെയാ കാണിക്കുന്നത്? ഗാഥ മാഡത്തിന്റെ ശീലങ്ങൾക്കൊന്നും ഇവരൊരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ. എന്തുപറ്റി? ഇവരൊക്കെ എന്നും സദ്യ കഴിക്കുന്നവരാ. അതാ കീർത്തിക്കും അവളുടെ അമ്മയ്ക്കും ഒക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിച്ച് ശീലിച്ച ഗാഥ മാഡത്തിന് അതൊക്കെ ശരിയാവോ? സിതാര മാം പറഞ്ഞത് ഓർമ്മയില്ലേ? എവിടെ പോയാലും അവിടെ നമ്പർ 1 ആയിരിക്കണം ഗാഥ മാഡം. അവരവരുടെ ശീലങ്ങൾ അടിച്ചേൽപ്പിക്കാനൊക്കെ നോക്കും. പക്ഷെ ഗാഥ മാഡത്തിന്റെ ശീലങ്ങളൊക്കെ തുറന്നു പറയണം. അല്ലെങ്കിൽ പിന്നത് ബുദ്ധിമുട്ടാവും. മമ്മി ഗാഥ മാഡത്തെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നതേ ഗാഥ മാഡത്തിന്റെ രീതികളോട് അവര് പൊരുത്തപ്പെടാന്, അല്ലാതെ അവരുടെ രീതികളോട് ഗാഥ മാഡം പൊരുത്തപ്പെടാനല്ല. ഫുഡ് കഴിക്കുമ്പോ ഇഷ്ടപ്പെടുന്ന ഫുഡ് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കണം. സിതാര മാമിന്റെ അന്തസ്സിന് കോട്ടം തട്ടുന്ന ഒരു കാര്യവും ഇവിടെ ഗാഥ മാഡത്തിൽ നിന്നുണ്ടാവരുത്. ഓക്കെ. അല്ലെങ്കിലും ഇവരീ പറയുന്നത് പോലെ പച്ചക്കറിയും പച്ച പുല്ലും തിന്നാൻ എന്നെ കിട്ടില്ല. ഭക്ഷണം എടുക്കുന്ന സമയാവട്ടെ, എനിക്ക് എന്ത് ഫുഡാ വേണ്ടതെന്ന് ഞാൻ പറയും. അത് മേശപ്പുറത്തെത്തിയിട്ടേ ഞാൻ കഴിക്കൂ. അങ്ങനെയാ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. തലകുനിച്ച് പടികേറി വരുന്ന പെണ്ണുങ്ങളെ മാത്രമേ ഈ തറവാട്ടുകാർ കണ്ടിട്ടുണ്ടാവൂ. പകരം പെണ്ണിന് തല ഉയർത്തി നിൽക്കാനും അവളുടെ ആവശ്യങ്ങൾ ചോദിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടെന്നും തിരിച്ചു ബോധ്യാക്കി കൊടുക്കണം. അത് ഞാൻ ഏറ്റു. ഗാഥ ശ്രീനിവാസന്റെ ശീലങ്ങള് ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചോളാം. ഇരിക്കും മാഡം. വിളമ്പിക്കോളൂ. മതി. എല്ലാം നന്നായിട്ടുണ്ട്. കറികളുടെ മസാലക്കൂട്ടുകളെല്ലാം കൃത്യ. തുടക്ക ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? ചില ദിവസങ്ങളിൽ കഴിക്കാനായിട്ട് പുറത്തുനിന്ന് ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഞാനും മോളും സിനിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ആര് വന്നാലും അവർക്ക് തൃപ്തിയാവണം. മനസ്സിലായി.
അങ്ങനെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട പറഞ്ഞ ശമ്പളത്തിനേക്കാൾ കൂടുതൽ തരും ഞാൻ. ശരി മാഡം. സുമിത്രേ, സദ്യ ഗംഭീരാൻ തോന്നുന്നുണ്ടല്ലോ. മണം മൂക്കിനകത്തേക്ക് തുളച്ചു കയറുന്നുണ്ട്. നന്ദേട്ടന് പിന്നെ സദ്യ എന്ന് വെച്ച ജീവനല്ലേ, അതുകൊണ്ടായിരിക്കും. അമ്മ എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. ഗാഥമോൾ എവിടെ? വിരുന്നുകാരിയല്ലേ ആദ്യം വിളിക്കേണ്ടത്. വിളിക്കാൻ മാണിക്കുഞ്ഞ് പോയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കണമെങ്കിലും പോയി വിളിക്കണമായിരിക്കും. നല്ല ശീലങ്ങളാ. കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തറവാട്ടിലുള്ളവർക്കൊക്കെ വേലക്കാരുടെ സ്ഥാനം കിട്ടുമല്ലോ. ഓരോരുത്തർക്കും അർഹതയുള്ള സ്ഥാനം കിട്ടും നിർമ്മലേ. സദ്യയൊക്കെ റെഡിയായല്ലോ, എന്താ ആരും ഇരിക്കാത്ത? ഗാഥമോള് വരട്ടെ, എന്നിട്ട് എല്ലാവർക്കും ഇരിക്കാം. ഓ, കഥവ. വെൽക്കം മോളെ. കളരിക്കൽ തറവാട്ടിലെ സദ്യ എന്ന് പറഞ്ഞ ബഹുകേമ. മുമ്പൊക്കെ പ്രശസ്തരായ ആൾക്കാര് മൂകാംബികയിലും മറ്റും തൊഴാൻ പോകുമ്പോ കളരിക്കൽ തറവാട്ടിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമായിരുന്നു. ഓ, ഈ സദ്യക്കൊക്കെ ഇത്ര വലിയ പ്രത്യേകതയുണ്ടോ? പ്രത്യേകതയുണ്ടോന്നോ? ഒരു സദ്യയുടെ പേരില് രാജ്യം തന്നെ തീരെഴുതി കൊടുത്ത രാജാക്കന്മാരുണ്ട്. കുട്ടിക്ക് കേട്ടറിയാത്തോണ്ടായിരിക്കും. ആ, എല്ലാവരും ഇരിക്കേ. ഇരിക്കും മോനെ. മോളെ ഇരിക്കേ. ഗാഥ കഴിക്കാത്ത? ഐ ആം എക്സ്ട്രീംലി സോറി. ഞാൻ ഇത്തരം ഫുഡുകളൊന്നും കഴിക്കാറില്ല. ഇതൊക്കെ ചിലപ്പോ പണ്ടത്തെ ശീലങ്ങളായിരിക്കാം. പക്ഷേ ഈ ഫുഡിന്റെ കലോറി എത്രയാണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? നവീൻ, വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഭക്ഷണത്തിന് മുന്നിൽ ഇരുന്നിട്ട് ആ ഭക്ഷണത്തെക്കുറിച്ച് അധികം ചിന്തിക്കരുതെന്ന് ഞാൻ ഗാഥയുടെ അടുത്ത് ഒരു വട്ടം പറഞ്ഞല്ലേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മാഡത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ലേ മാഡത്തിന് കഴിക്കാൻ പറ്റൂ. നോർമലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് കോണ്ടിനെന്റൽ ഫുഡ്സ് ആണ്. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യായിരുന്നു. അതിപ്പോ ഉണ്ടാക്കിയവരെയും വിളമ്പി വെച്ചവരെയൊക്കെ അപമാനിക്കുന്നതിന് തുല്യല്ലേ? നവീൻ, എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ഫുഡ് വേണം. അതർവൈസ് ഞാൻ കഴിക്കുന്നില്ല. ഇപ്പൊ എന്താ പ്രശ്നം ഗാഥമാടത്തിന്? ഗാഥമാടത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ് വേണം, അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ നവീൻ സാറ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.